ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസ്റ്റിൽ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് കുറച്ച് ബ്ലെൻഡറിൻ്റെ ട്യൂട്ടോറിയൽസ് വീഡിയോ ആണ്. കുറച്ച് ഞാൻ പഠിച്ചതിൻ്റെ അതിനെപ്പറ്റി പറയാനുള്ള വീഡിയോസാണ്. ഓക്കെ, അത് പഠിച്ച മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതിനെങ്കിലും എന്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പഠിച്ചു വരുന്ന ഒരാളാണ്, ഞാൻ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് ക്ഷമിക്കണം. അത് ഞാൻ ഇപ്പോഴേ പറയുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണാണ് കൂടി അടിച്ചോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ 2.90 ആണ് ഓപ്പൺ ചെയ്യുന്നത്. ബ്ലെൻഡർ 2.90 ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ക്രോമിൽ പോയിട്ട് ഇത് 64 ബിറ്റാണോ, ലാപ്പ് 64 ബിറ്റാണോ 34 ബിറ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്കോർഡിങ് ഉണ്ട്. റെക്കോർഡിംഗ് ആണ്. നോട്ട് റെസ്പോണ്ടിങ് റെഡി ആയി ഗൈസ്. നമുക്ക് ആദ്യം ഇത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇതിൽ ഡിലീറ്റിംഗ് ഓപ്ഷൻ വരില്ലല്ലോ. കീ ഓൺ ആക്കിയിടാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. കീ എനിക്ക് കീനെ പറ്റി അറിയില്ല, അതുകൊണ്ട് അത് ഓൺ ആക്കില്ല. ഇതിൽ കീ എവിടെയാണ്? കീ ഓൺ ആക്കാൻ കഴിയുമോ? ഇല്ല ഗൈസ്, എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഓണൊക്കെ കയ്യിലുണ്ടാവും, എനിക്കിതിനെപ്പറ്റി അങ്ങനെ ഒന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് എടി പോയിട്ട് ഒരു ഇമേജ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി. അല്ലെങ്കിൽ ഫോണായിട്ട് കണക്ട് ചെയ്യുക. ഇന്ന് വീടുണ്ടാവാത്ത എന്താണെന്ന് വെച്ചാൽ ഫോൺ കണക്റ്റ് ആവുന്നില്ല പിന്നിൽ, അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ഏത് ഇമേജ് എടുക്കാമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഇത് ഞാൻ ഇതേണ്ട ബസ്സിൻ്റെ ബാക്കാണ്. അപ്പം ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇത് പിന്നെ അതന്നെയാണ് കിട്ടുന്നത്. എനിക്ക് ഗൈസ് പിന്നെ അതന്നെ ഇതെന്താണ് ഗൈസ്? ഒറ്റ മിനിറ്റ്, ഇനി ഒന്ന് നോക്കി നോക്കാം. ഇതോ നമുക്കിപ്പോൾ വെറാബസ് മോഡ് അതിനോട് നോക്കാം. എനിക്കതെന്നാണ് പറയുന്നത്. അയ്യോ, ആദ്യം നമുക്ക് ഇതൊന്ന് റെഡി പൊസിഷനിൽ വെക്കണം. എനിക്ക് കൺവേർഷൻ ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല ഗൈസ്. എന്താ വെച്ചാൽ കൺവേർഷൻ ചെയ്തിട്ടൊന്നും റെഡി ആവുന്നില്ല. ടയറൊക്കെ ഏതോ സ്ഥലത്താണ് കിടക്കുന്നത്. ഇത്ര ഇടും അത് റെഡി ആവുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. കറങ്ങുന്നത് ഒരു വ്യത്യാസത്തിലാണ്. നമുക്ക് 4 നിൽക്കിയിട്ട് കീബോർഡിലെ 4 നിൽക്കിയിട്ട് നമുക്ക് റൊട്ടേഷൻ നോക്കാം. ഇങ്ങനെ നോക്കാം, അല്ലാണ്ട് മറ്റേ മോഡൽ നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പറയട്ടോ. ഇതിപ്പോൾ ഒന്ന് നേരാക്കാം. റെഡി പൊസിഷനാണ്. ഒന്ന് പൊന്തിക്കത്, ഒന്ന് ചെറിയൊരളവിന് പൊന്തിച്ചിട്ട് റെഡി പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഏഡ്സി പോവാം. മെഷിൽ പ്ലെയിൻ വെക്കാം. എന്നിട്ട് ഇതാ മൗസ്, അയ്യോ ഞാൻ പേര് നിൽക്കിയ വയസ്സ് എല്ലാം തെറ്റില്ല പഠിച്ചോനെ. അയ്യോ തല തിരിഞ്ഞുപോയി. റെഡിയായി വയസ്സ്. അതെനിക്ക് അങ്ങനെ തെറ്റിപ്പോന്നാണ്. കീബോർഡ് നിൽക്കുമ്പോൾ ഞാൻ ലാപ്പിലേക്ക് നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ തെറ്റുന്നത്. ഇത് നേരെ വരുന്ന വയസ്സ്. നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നോക്കാം. ഇതിൽ കീബോർഡ് ഓണാക്കുന്ന എനിക്കിങ്ങനെ അറിയില്ല. കീബോർഡ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അതറിയെങ്കിൽ ഞാൻ അതേ ആക്കായിരുന്നു. ഇതൊന്ന് നേരെ ആക്കണം. പൊസിഷൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വലുതാക്കാൻ എഡിറ്റ് മോഡിൽ പോയിട്ട് വലുതാക്കാം, അല്ലാണ്ട് വലുതാക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് വലുതാക്കുന്നത്. എഡിറ്റ് മോഡിൽ പോകണം, പിന്നെ വലുതാക്കി വെക്കാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അസ്റ്റൻ്റെ ബസ്സിൻ്റെ ഒരു വീഡിയോ വേണോ വേണ്ടയോ എന്ന്. അത് ഞാൻ വരുത്തുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ മോഡലിംഗ് ആയിരുന്നു. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടാണ്. എന്താ വെച്ചാൽ അത് ഒരു രസം കാണുന്നില്ല, വണ്ടിക്കൊരു ഇതില്ല, ഒരു ക്ലാരിറ്റി തോന്നിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതില്ല. ഓക്കെ, ഇതന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാൻ മാത്രമായിട്ടാണ് ഈ വീഡിയോസൊക്കെ. ഓക്കെ, എന്തായിട്ട് പോകത്ത് അപ്പോൾ ഇതിൽ പോയിട്ട് ഇത് താഴോട്ടാക്കാം. നിങ്ങൾക്ക് വേണ്ട എത്ര ആക്കിയാൽ മതി. ഞാൻ അത് ഇവിടെ മേൽഭാഗവും സി നെക്കിയിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻ ഇടും. അപ്പോൾ അത് നേരെ വെക്കാം. എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോവും. അപ്പോൾ അത് മേലോട്ടാക്കി എടുക്കാം. ഓക്കെ. അയ്യോ, നമുക്ക് നേരെ ഈ ഓപ്ഷൻ ഉണ്ടോ, ഈ ഓപ്ഷന് ഇതിലേക്ക് പോയിട്ട് എഡിറ്റ് മോഡിൽ നിന്ന് ഇവിടെ ഒബ്ജക്റ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് മോഡിലേക്ക് ഇതിൽ തന്നെ പോവാം, അല്ലെങ്കിൽ ടാബ് അടിച്ചെടുക്കാം. ടാബ് അടിച്ചാൽ എഡിറ്റ് മോഡിൽ പോവും. എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ നിൽക്കും. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കത്തിയോ അല്ലെങ്കിൽ ഈ കത്തിയോ ആദ്യം നമുക്കൊരു എന്താ വേണ്ടി, ആദ്യം നമുക്കൊരു ഇത് വെക്കണം. ഇത് റെഡി പൊസിഷനിൽ വരുത്തണം ക്യൂബ്. അതിനു വേണ്ടി ആദ്യം നമുക്കൊരു ഇങ്ങനത്തെ വര വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ പോയിട്ട് ഇതുണ്ടോ, ഇതിപ്പോൾ അങ്ങനെയല്ല, ഫുള്ളായിട്ട് മൂടിയിട്ടാണ്. ഇതിപ്പോൾ ചെരിച്ചെടുക്കണം. ഇവിടെയൊക്കെ നമുക്ക് ചെരിച്ചെടുക്കാം, ഇങ്ങനെ തന്നെ ചെരിച്ചെടുക്കാം. അറിയാത്ത വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ഓർക്ക് ആ മോഡൽ ചരിച്ചാൽ, എനിക്കിങ്ങനെ അറിയുള്ളൂ ഇതിൽ ചരിക്കാൻ. അത് പഠിച്ചിരുന്ന ഒരു ആളായത് കൊണ്ടായിരിക്കും ഇങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് തന്നെ എനിക്കിതിലറിയില്ല കേട്ടോ. എനിക്കതിന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. റെഡി. ഓ, കുറച്ചുള്ളിലേക്ക് വേണ്ട, ഇവിടെ തന്നെ നോട്ടെ. 6 മിനിറ്റല്ലേ ഗൈസ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ സാരില്ല, വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ കത്തി എടുത്തതിന് ശേഷം ഇതിനെ ഇവിടെ നിന്ന് ആദ്യം നമുക്ക് മിറർ ചെയ്യാം. ഇത് വേണേൽ പൈതി ചെയ്തിട്ട് പൈതി കോപ്പി ചെയ്യാം. പക്ഷെ അത് ബെസ്റ്റ് വീക്കായിട്ടുള്ള എൻ്റെ അത് കാണുന്നില്ല പൈതി നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ. എന്നാലും ബാക്ക് സൈഡൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല ബെസ്റ്റ് വീക്കായിട്ടുള്ള. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് കിടക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, അതാണ് പറയാത്തത്. മൗസ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് എൻ്റർ ഓർ ഷിഫ്റ്റ് എൻ്റർ വെക്കാം. എൻ്റർ വയ്ക്കാൻ അങ്ങനെ ആവും. എന്നിട്ട് അതൊന്ന് വേറെ ഇതിൽ പോയിട്ട് എന്താക്കാം, പോയി. എന്നിട്ട് വേണ്ട ഭാഗത്തേക്ക് പിന്നെ ആക്കാം. എന്നിട്ട് നമുക്ക് ലൈറ്റ് പൊസിഷൻ ആക്കാം. ഇതിപ്പോൾ കുറച്ച് മിനിറ്റ് ആവുന്നുണ്ട്. എന്താക്കുമെന്ന് ഇതെപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാമെന്ന് എനിക്ക് പറയില്ല. ഞാൻ ഇപ്പോൾ ഇത് നൈറ്റിലാണ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് ആദ്യം ഇങ്ങനെ ഫുള്ളായിട്ട് പോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് വെക്കാം. എന്ന് വെച്ചതിന് ശേഷം പിന്നെ ഇവിടെ കൊണ്ടുപോയേക്കാം. ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ വര വരുന്നുണ്ട്. ആ പോക്ക എനിക്കിങ്ങനെ അറിയില്ല. എനിക്ക് 2.79 ഉപയോഗിക്കാതിട്ട് മനസ്സിലായില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് ഉണ്ട് സാധനം. അതിൽ പിക്ചർ ആഡ് ചെയ്തിട്ട് വരാത്തതുകൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് അതിൽ വീഡിയോ അങ്ങനത്തെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോനെ കാണേണ്ടി വരും. ബ്ലെൻഡറിനെ പറ്റി പഠിക്കണമെങ്കിൽ മോഡൽ മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാ പോരാ. ഓരോരോ വീഡിയോസും നിങ്ങൾ എന്തായാലും കാണണം. വേറെ ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനത്തെ ഓരോരോ വീഡിയോസ് ഇത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. ഓക്കെ. അതൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കുക. ഞാനങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പൈതിയോളം പഠിച്ചത്. ഇതിനെപ്പറ്റി കുറച്ച് പഠിച്ചിട്ടുള്ളൂ, എന്നാലും കുറച്ച് ഞാൻ ഒന്ന് കിട്ടിയപ്പോൾ വെറുതെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു ഡേറ്റ് അത്രേ ഉള്ളൂ. ഇതെന്താ ഇവിടെ ആണോ ഇതുള്ളത്? അല്ല. എന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് എൻ്റർ അടിക്കാം. ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒന്ന് ഇതിപ്പോൾ നോക്കാം. കണ്ടോ, വേണമെങ്കിൽ ഇതൊരു നമുക്കൊരു പാർട്ടാക്കാം. ഇതിങ്ങനെ നെക്കിയിട്ട് ഇങ്ങനെയല്ല. ആദ്യം നമുക്കിതൊന്ന് പോക്കാം. എന്നിട്ട് സി നെക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും ഇതിങ്ങനെ കവർ ചെയ്യുക. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരു പാർട്ടായി. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൗസിൻ്റെ. എന്നിട്ട് ഒന്നുകൂടി സി നെക്കിയിട്ട് ഇവിടെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പാർട്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് പി നെക്കി കൊടുക്കുക. അപ്പോൾ സെലക്ട് ഒറിജിൻ. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് മോഡിൽ പോലും ഇതിങ്ങനെ കാണാം. ഇതിന് വേണ്ടി നമുക്ക് ഷെയ്ഡ് കളറൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ കളർ കൊടുത്താൽ പണി പാടും. അയ്യോ, ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ഇത് നോക്കിയിട്ട് എഡിറ്റിംഗ് മോഡിൽ പോകും. ഇനി നമുക്ക് ചിത്രത്തിൽ എന്തൊക്കെ ചെയ്യാണ്ട് എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് പാർട്ട് 2 ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ ബ്ലെൻഡിൽ തന്നെ ചെയ്ത് 9 മിനിറ്റായി. ഇതന്നെ എപ്പോഴെപ്പോഴാണ് വരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പാർട്ട് 2 വീഡിയോ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.